ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരി. ദൈവവിളിയുടെ വിളനിലമായ പാലാരൂപതയുടെ അഭിമാനമായി നിലകൊള്ളുന്ന പുണ്യസ്ഥാപനം. രൂപതയിലെ വൈദികരുടെ പരിശീലന കളരി. രൂപതയുടെ ഹൃദയം എന്നാണിത് വിശേഷിപ്പിക്കപ്പെടുക. 4 മെത്രാന്മാരെയും 500-ലധികം വൈദികരെയും സംഭാവന ചെയ്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ഈ സ്ഥാപനത്തിന് പറയുവാൻ ഒട്ടേറെ കാര്യങ്ങൾ. പാലായ്ക്കടുത്ത് പരമലക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിലാണ് രൂപതയിൽ സേവനം ചെയ്യുവാൻ സന്നദ്ധരായി വരുന്ന വൈദികാർത്ഥികൾക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നത്. എത്ര പെട്ടെന്നാണ് ഈ പരിശീലന ഘട്ടം കടന്നു പോകുന്നത്. പഠിച്ചും പ്രാർത്ഥിച്ചും ചിരിച്ചും കരഞ്ഞും കളിച്ചും രസിച്ചും ആടിയും പാടിയും ഉണ്ടും ഉറങ്ങിയും ഓടിയും ചാടിയും തകർത്തും തിമിർത്തും അറിയാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. 1950-ൽ പാലാ രൂപത ആരംഭിക്കുമ്പോൾ രൂപതയ്ക്ക് സ്വന്തമായി മൈനർ സെമിനാരി ഉണ്ടായിരുന്നില്ല. ലാലം പുത്തൻപള്ളി മേടയിൽ മോൺസിഞ്ഞോർ ജേക്കബ് വെള്ളരിങ്ങാട്ട് നടത്തിക്കൊണ്ടിരുന്ന മിഷൻ ഹോമിലായിരുന്നു രൂപതയ്ക്കുള്ള വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. രൂപതയ്ക്ക് സ്വന്തമായി ഒരു മൈനർ സെമിനാരി അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ ക്രാന്തദർശിയായ അഭിവന്ദ്യ വയലിൽ പിതാവ് 1954-ൽ കുമ്മണ്ണൂരിൽ താൽക്കാലികമായ മൈനർ സെമിനാരി ആരംഭിച്ചു. ഇപ്പോൾ സെമിനാരി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സൗകര്യപ്രദമായി ലഭിച്ചപ്പോൾ 1956-ൽ പുതിയ സെമിനാരി ഇവിടെ സ്ഥാപിച്ചു. അഭിവന്ദ്യ വയലിൽ പിതാവ് ഈ സ്ഥാപനത്തെ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു പോന്നു. പിതാവിന്റെ പിൻഗാമിയായി വന്ന അഭിവന്ദ്യ പള്ളിക്കാംപറമ്പിൽ പിതാവും അതേ പാത തന്നെ തുടർന്നു പോന്നു. ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ രൂപതയെ നയിക്കുകയും ചെയ്യുന്ന അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവ് സ്നേഹവായ്പോടെ ഇതിനെ താലോലിച്ചു വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. സെമിനാരി റെക്ടർ റെവറൻഡ് ഡോക്ടർ തോമസ് മൂലയിൽ റെക്ടർ അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്റ്റാഫ് അംഗങ്ങൾ ഒരു ടീമായിട്ടാണ് സെമിനാരിയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഭാവിയിൽ വൈദികരായി ദൈവജനത്തെ സേവിക്കുവാനുള്ള വൈദികാർത്ഥികൾക്ക് സമഗ്രവും സന്തുലിതവുമായ പരിശീലനമാണ് ഈ സെമിനാരിയിൽ നൽകുന്നത്. ആധ്യാത്മികവും ബൗദ്ധികവും സാമൂഹികവും സാംസ്കാരികവും എന്നുവേണ്ട എല്ലാ തുറകളിലും വൈദികാർത്ഥികളെ അങ്ങേയറ്റം മികവുറ്റവരാക്കുന്നതിന് പ്രാപ്തമാണ് ഇവിടെ നൽകുന്ന പരിശീലനം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടെ ബലി അർപ്പിക്കാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശിഷ്യ പൗരോഹിത്യ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് സെമിനാരിയിൽ ഓരോ ദിവസവും ആരംഭിക്കുന്നത് വിശുദ്ധ ബലിയോടെയാണ്.
ബലിയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ പോലെ തന്നെ പ്രധാനമാണ് വചന ശുശ്രൂഷ. വൈദികന്റെയും വൈദികാർത്ഥിയുടെയും ജീവിതം ബലിയുടെ ജീവിതമാണ്. ബലിവസ്തുവും ബലിയർപ്പകനുമാകേണ്ടവനാണ് വൈദിക വിദ്യാർത്ഥി. ബലിയിൽ നിന്ന് ഊർജം സ്വീകരിച്ച് വൈദികാർത്ഥികൾ അനുദിന കൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നു. പകലന്തിയോളം പ്രവർത്തനനിരതനായിരുന്ന ഈശോ രാത്രികാലങ്ങളിൽ പരമപിതാവിനോട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയെപ്പോലെ വൈദിക വിദ്യാർത്ഥികൾ ഓരോ ദിവസവും പ്രത്യേക സമയം ധ്യാനത്തിനായി നീക്കിവെക്കുന്നു. യാമപ്രാർത്ഥനയാണിപ്പോൾ നടക്കുന്നത്. യാമപ്രാർത്ഥനയിൽ സപ്ര, റംശ, ലെലിയ എന്നിങ്ങനെ 3 തരം പ്രാർത്ഥനകളുണ്ട്. ഇതിൽ റംശ അഥവാ സായാഹ്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ചൊല്ലുന്നത്. പരിശുദ്ധ ജനനി വൈദികരുടെ പ്രത്യേക മധ്യസ്ഥയാണ്. മാതാവിനോടുള്ള ഭക്തി സവിശേഷമായി വൈദിക വിദ്യാർത്ഥികൾ അഭ്യസിക്കുന്നു. മാതാവിനോടുള്ള ഭക്തിയിൽ ഏറ്റവും പ്രധാനമായത് ജപമാല ഭക്തിയാണ്. ബൈബിൾ വായനയും ജ്ഞാനവായനയും ദൈവസാന്നിധ്യ സ്മരണയും ആത്മശോധനയും അടുക്കലടുക്കലുള്ള കുമ്പസാരവും മാസധ്യാനവും വാർഷിക ധ്യാനവുമെല്ലാം വൈദിക വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഓരോ വൈദിക വിദ്യാർത്ഥിക്കും ഒരാധ്യാത്മിക പിതാവുണ്ട്. അദ്ദേഹത്തോടുള്ള അടുപ്പവും തുറവിയും വളരെ പ്രധാനപ്പെട്ടതാണ്. കൗൺസിലിംഗ് വഴിയും കോൺഫറൻസ് വഴിയുമൊക്കെ അദ്ദേഹം ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി സഹായിക്കുന്നു. കൂടാതെ അവസരോചിതമായി റെക്ടർ അച്ഛൻ വൈദിക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു. പൗരോഹിത്യ ജീവിതം അർത്ഥവത്തായി തീരുന്നത് സദാ ദൈവത്തോടു കൂടിയായിരിക്കുമ്പോഴാണ്. സമൂഹ പ്രാർത്ഥനയ്ക്ക് പുറമെ ഈശോയോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും വൈദികാർത്ഥികൾ സമയം കണ്ടെത്തുന്നു. SSLC മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ളവർ ഇവിടെ അർത്ഥികളായി വരുന്നുണ്ട്. ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് 1 വർഷത്തെയും, +2 കഴിഞ്ഞവർക്ക് 2 വർഷത്തെയും, SSLC കഴിഞ്ഞവർക്ക് 3 വർഷത്തെയും പരിശീലനമാണ് ഇവിടെ നൽകുന്നത്. ഭൗതിക വിജ്ഞാനത്തോടൊപ്പം ബൈബിൾ, ലിറ്റർജി, സ്പിരിച്വാലിറ്റി, സഭാചരിത്രം എന്നീ വിഷയങ്ങളിൽ പ്രാരംഭ പരിശീലനം നൽകുന്നു. കൂടാതെ ഇംഗ്ലീഷ്, മലയാളം, സുറിയാനി, ലത്തീൻ എന്നീ ഭാഷകളും പഠിപ്പിക്കുന്നു.
റെവറൻ ഡോക്ടർ ജോസ് കാക്കല്ലി, റെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, റെവറൻ ഡോക്ടർ ജോസഫ് അമ്പശ്ശേരി, മിസ്റ്റർ പി എൻ രഘു, റെവറൻ ഫാദർ ജോർജ് പ്ലാത്തോട്ടം, റെവറൻ ഡോക്ടർ തോമസ് മൂലയിൽ, റെവറൻ ഫാദർ കുര്യൻ തടത്തിൽ, റെവറൻ സിസ്റ്റർ മേരി വഞ്ചിപ്പുരയ്ക്കൽ എന്നിവർ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന പേരിൽ ഒരു പഠന ശിബിരം ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം ചിന്തിക്കുവാനും കൂടുതൽ വായിക്കുവാനും അറിയുവാനും ഉറച്ച ബോധ്യങ്ങൾ ഉൾക്കൊള്ളുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു പഠന രീതിയാണ്. കേവലം അറിവിൻ്റെ തലത്തിൽ നിന്ന് അനുഭവ തലത്തിലേക്ക് കടക്കുവാൻ ഈ പഠന രീതി സഹായിക്കുന്നു. അതോടൊപ്പം ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഇത് കൂടുതൽ സജീവവും ആകർഷകവും രസകരവുമാകുന്നു. സമ്പന്നമായ ലൈബ്രറിയും ബൃഹത്തായ ഗ്രന്ഥശേഖരവും ഈ സ്ഥാപനത്തിൻ്റെ വലിയ മുതൽക്കൂട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് ഉപയുക്തമായ ആധുനിക സാങ്കേതിക വിദ്യകളിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് മുതലായവയ്ക്കും പരിശീലനം നൽകുന്നത് റെവറൻ ഫാദർ ജോസഫ് മുണ്ടയ്ക്കലാണ്. വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വ്യത്യസ്ത മേഖലകൾ അഭിവന്ദ്യ പിതാവ് ഭദ്രദീപം തെളിച്ച് പ്രവർത്തനപക്ഷത്തെ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കലാസാഹിത്യ പരിപോഷണത്തിനായി സാഹിത്യ സമാജവും ആർട്സ് ക്ലബും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. സംഗീതവും സംഗീത ഉപകരണങ്ങളും അഭ്യസിക്കുവാൻ ഇവിടെ പ്രത്യേകം സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. നന്മ മാത്രം ചെയ്തിടും സോദരന്റെ കണ്ണിലെ നീർത്തുടച്ചിടൂ. തൃപ്പാദ പങ്കജം വാരിപ്പുണർന്നെന്നും സന്നിധിയിൽ ലയിച്ചിരിക്കും. വൈദികൻ വചനപ്രഘോഷകനാണ്. അതുകൊണ്ട് പ്രസംഗകലയുടെ താത്വികവും പ്രായോഗികവുമായ വശങ്ങൾ ഇവിടെ പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അതേ സുഹൃത്തുക്കളെ, കുതിച്ചു പായുന്ന ഈ ആധുനിക ലോകത്തിൽ നാം നമ്മുടെ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നത് നശ്വരമായ ഈ ലോകത്ത്. പ്രവാചകനിലൂടെ മുഴങ്ങിക്കേട്ട ഈ ദീനരോധനം നിലയ്ക്കുകയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും കച്ചവടവൽക്കരിക്കപ്പെടുകയും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും ന്യൂനപക്ഷാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ടോ? to save us from sins, God the Almighty sacrificed His only Son, Jesus. We always hear this: God is love. Everybody praises love. The only and the easy way to understand God is to love. The emotions of love should not be kept in mind, but it should be shared with others. When we know others, we know God, the Almighty. So, let us be the messengers of love and the missionaries of Christ's love. Jai Christ!
ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയപ്പെടും. മാനസാന്തരത്തിന് യോജിച്ച വിധം ഫലങ്ങൾ പുറപ്പെടുവിക്കുവേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Blessed are those who mourn, for they shall be comforted. ബൈബിൾ പഠിക്കുന്നതിനോടൊപ്പം ബൈബിളിലെ സന്ദേശം ആകർഷകമായ രീതിയിൽ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പരിശീലനവും ഇവിടെ നൽകി വരുന്നു. മദ്യം, മയക്കുമരുന്ന് മുതലായ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നതിനു വേണ്ടി ഭാവി വൈദികരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംവിധാനം ചെയ്തിട്ടുള്ള കലാരൂപങ്ങളുടെ ചില ദൃശ്യങ്ങൾ. കാടത്തമെന്നും പൊറുത്തിടണോ, ഈ കാടത്തമെന്നും പൊറുത്തിടണോ. മൂല്യത്തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇളം തലമുറയിൽ കലാരൂപങ്ങളിലൂടെ മൂല്യബോധം വളർത്തിയെടുക്കുന്നതിനും ശ്രമിക്കുന്നു. I get bored. What to do? Yeah. I got it. I got an idea. Wool, wool. Don't you hear that voice? Wool. Yes, I do. Help me. What is that sound? Wool. A boy is crying. Help me. Yes, it is a boy. Wool. Let's go and see. An wolf is attacking my sheep. Help me. Oh, that's a bad boy. Where is the wolf? Where is it? You did? Where do? There's no wolf. Why did it? Just a fun. Is this the way of making fun? Don't do that mischief, rascal. Wolf! 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 Listen, the boy cries. Wolf! Again, he is trying to make his rules. Help me! By no means, I would go. The wolf is really coming! Rascal, let him die. Wolf! Wolf! സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് എന്നാണല്ലോ ചൊല്ല്. കർമ്മനിരതമായ പൗരോഹിത്യ ജീവിതത്തിന് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ആവശ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് ആഹാരം അനിവാര്യമാണ്.
Today we are celebrating the feast of St. Peter, and may I congratulate all those brothers who bear the name of St. Peter. നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന പ്രദേശത്തിന് തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്ന പതിവുണ്ട്. വൃത്തിയും വെടിപ്പും അടുക്കും ചിട്ടയും നിഷ്ഠയും ക്രമവും എല്ലായിടത്തും ഉണ്ടായിരിക്കണമെന്ന കാര്യം നിർബന്ധമാണ്. മേശപ്പുറത്തെത്തുന്ന ഭക്ഷണത്തിന് പിന്നിൽ പലരുടെയും പ്രയത്നമുണ്ട്. ഇവരാണ് സെമിനാരിയുടെ കാവൽക്കാർ. മണ്ണിന്റെ നിറവും മണവും മനുഷ്യൻ അന്യമാകാൻ പാടില്ല. മണ്ണിൽ പണിയുന്നത് ആക്ഷേപമല്ല, അഭിമാനമാണ്. മനുഷ്യജീവിതം എപ്പോഴും പ്രകൃതിയുമായും സസ്യജീവജാലങ്ങളുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയും താളവും ലയവും സൂക്ഷിക്കാൻ ഇത് അനിവാര്യമാണ്. സാധാരണ വീടുകളിൽ നിന്നപ്പോഴും കപ്പവാട്ട് സെമിനാരിയിലും വലിയ ഉത്സവമാണ്. ആരോഗ്യ സംരക്ഷണത്തിനും മാനസിക ഉല്ലാസത്തിനും കളികളും കായിക വിനോദങ്ങളും ആവശ്യമാണ്. അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും സെമിനാരിയിൽ നൽകി വരുന്നു. സ്പോർട്സ് ഡേ എന്ന പേരിൽ ഒരു ദിവസം പ്രത്യേകം നീക്കിവെക്കുന്നു. പേരൻസ് ഡേ ആഘോഷിക്കാനെത്തിയ മാതാപിതാക്കൾ ചാപ്പലിൽ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. നവ്യ ജീവന ഞങ്ങൾ
അഭിമന്യ പിതാവ് മാതാപിതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അഭിമന്യ പിതാവ് മാതാപിതാക്കൾക്ക് സമ്മാനം കൊടുക്കുന്നു. മാതാപിതാക്കളുടെ പ്രതിനിധി സംസാരിക്കുന്നു. സ്വന്തം തറവാട്ടുമുറ്റത്ത് നിൽക്കുന്ന പ്രതീതി പൗരോഹിത്യ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച ഇവിടെ ഒത്തുചേരുന്നതും സൗഹൃദം പങ്കിടുന്നതും വലിയ ആനന്ദമാണ്. ഈ നടന്നു നീങ്ങുന്നവർ ഒരു കാലത്ത് ഇതിലെ ഓടിച്ചാടി നടന്നിരുന്നവരാണ്. കുന്നിന്മേലെ ഒരു കൊച്ചു കുന്നിന്മേലെ ഒരു നീളൻ ചുണ്ടൻ വള്ളം പണി കഴിച്ചേ ഓ കടൽ മാർഗം ഭാരതത്തിൽ വന്നിറങ്ങി തോമാസ് ലീഹ വിശ്വാസത്തിൻ ഭദ്രദീപം തെളിച്ചു വച്ചു. ഓ നമ്മളുടെ പൂർവികര ഭദ്രദീപമേറ്റുവാങ്ങി തലമുറ തലമുറ കൈമാറി തന്നു. ഓ ഇപ്രകാരം ലഭിച്ചതാം പൊൻവെളിച്ചം പരത്തുവാൻ എന്നുമെന്നും പാലായുടെ പിതാക്കന്മാരും പാലായാകും വഞ്ചിയുടെ അമരത്തിൽ നിലകൊണ്ട് ധീരമായി നയിച്ചിടും പിതാവേ നമ. ഉച്ചമൂടെ തുഴഞ്ഞാലും ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. പാലായുടെ ചുണ്ടൻ വെള്ളം മുന്നേറിയിരട്ടെ. ആഴത്തിലേക്ക് അങ്ങു വീശി അടിക്കടി മുന്നേറുന്ന നമ്മളുടെ ചുണ്ടൻ വെള്ളം ജയിച്ചിടട്ടെ. പലരുടെയും ചിന്തകൾ ഏറെ പിറകോട്ട് പോകും. ഇവർ ഇവിടെ ആയിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ കുസൃതികളും അന്ന് അവതരിപ്പിച്ച കൊച്ചു കൊച്ചു കലാരൂപങ്ങളുമൊക്കെ അറിയാതെ മനസ്സിലൂടെ കടന്നുപോകും. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ വിയാനിയുടെ തിരുനാളോടനുബന്ധിച്ചുള്ള ഈ ഒത്തുചേരൽ ഏവരും ഏറെ ഇഷ്ടപ്പെടും. ഇതിന് നടുനായകത്വം വഹിക്കുന്ന അഭിമന്യ പിതാവ് ഈ ഒത്തുചേരലിന്റെ ഹൃദ്യത പങ്കുവയ്ക്കുന്നു. ഒരു ചിന്ത വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഈ സെമിനാരി തന്നെ ഒരു കമ്മ്യൂണിയൻ്റെ ഹൗസ്, ഒരു ഫാമിലി ആയി തീരണമെന്നുള്ള ആ ചിന്തയുമാണ്. ബഹുമാനപ്പെട്ട റെക്ടർസിന് ഇതുപോലെ നമ്മളെല്ലാവരെയും ഈ
ആധ്യാത്മിക വീടിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഇതുപോലെ ഇവിടെ ഒന്നിച്ച് കൂട്ടിയതും നമ്മളെ വിളിച്ചു വരുത്തിയതുമെല്ലാം ആ ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ്. നമ്മുടെ എല്ലാവരുടെയും തന്നെ കാരണവന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന വലിയപിതാവും സീനിയേഴ്സായിട്ടുള്ള അച്ഛന്മാരും എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ ഈ കുടുംബത്തിൻ്റെ മാഹാത്മ്യവും കുടുംബ അന്തരീക്ഷം ശരിക്കും നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു അവസരവും കൂടിയാണിത്. ആർട്സിലേക്ക് കടന്നു ചെല്ലുന്ന വഴിക്ക് ഒരു പെഡസ്റ്റൽ, ഒരു സ്റ്റാച്യു ഉണ്ട്. മരി വിയാനിയും ഒരു ബാലനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്റ്റാച്യു. അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിയാനിയെ ബാലനോട് പറയുന്ന കാര്യം, ആർട്സിലേക്കുള്ള വഴി പറഞ്ഞു തരാം എനിക്കെന്ന് ചോദിച്ചു. ഹൗ ടു ഗോ ടു ആർട്സ്. അതായത് ആ ബാലനോട് പറഞ്ഞു, നീ എനിക്ക് ആർട്സിലേക്കുള്ള വഴി പറയാൻ സാധിക്കുമെങ്കിൽ നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വീട്ടുകാരനവർ അനുഗ്രഹം നൽകി മധുരം പങ്കുവയ്ക്കുന്നു. ഇവിടെയും പൂർവ്വകാല സ്മരണകൾ അറിയാതെ ഓടിയെത്തുന്നു. ഒരു കാലത്ത് ഇവിടെ ഇരുന്നവരിൽ 500-ലധികം പേർ വൈദികരായി ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നു. മുൻ റെക്ടർമാരിൽ ഒരാളും പൂർവ്വ വിദ്യാർത്ഥികളിൽ 3 പേരും മെത്രാന്മാരായി അഭിഷിക്തരായി. മുൻ റെക്ടർ മാർ ജോൺ പെരുമറ്റം ഉജ്ജയിൻ രൂപത, മാർ ജോസഫ് കല്ലറങ്ങാട് പാലാ രൂപത, മാർ ജേക്കബ് അങ്ങാടിയൻ ഷിക്കാഗോ രൂപത, റൈറ്റ് റെവറൻ ഡോക്ടർ തോമസ് പുല്ലോപ്പള്ളി ബോൺസാഗോ രൂപത, സെമിനാരിയുടെ പ്രഥമ റെക്ടർ മോൺസിഞ്ഞോർ തോമസ് മൂത്തേടത്ത്, മുൻ റെക്ടർമാർ മോൺസിഞ്ഞോർ ജോസഫ് മറ്റം, മോൺസിഞ്ഞോർ ഫിലിപ്പ് ഞെരളക്കാട്ട്, മോൺസിഞ്ഞോർ ജോർജ് ചൂരക്കാട്ട്, റെവറൻ ഡോക്ടർ ജോസഫ് കുഴിഞ്ഞാലി, റെവറൻ ഫാദർ ജോസഫ് പടന്നമംഗൽ, റെവറൻ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ, റെവറൻ ഫാദർ ജെയിംസ് കട്ടക്കൽ, മോൺസിഞ്ഞോർ ഈനാസ് ഒറ്റത്തെങ്ങുങ്കൽ പൂർവ്വ വിദ്യാർത്ഥി. നിർവൃതിയുടെ നിമിഷങ്ങൾ. ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കൗമാരപ്രായത്തിൽ ഇവിടെ എത്തിയവർ ഇന്നിതാ കർത്താവിൻ്റെ അഭിഷിക്തർ. അന്ന് ആശീർവാദം വാങ്ങി, ഇന്നിതാ ആശീർവാദം നൽകുന്നു. പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ,
ഈശോ.